സദാനന്ദൻ മാസ്റ്റർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. തത്സമയം സദാനന്ദ മാസ്റ്റർ, 31 വർഷങ്ങൾ കഴിഞ്ഞു. ഈ 31 വർഷവും ഈ പ്രതികൾ ജാമ്യത്തിൽ പുറത്ത് സമൂഹത്തിലുണ്ടായിരുന്നു. ഇന്ന് കോടതി നടത്തിയ ചില പരാമർശങ്ങൾ കൂടി ശ്രദ്ധേയമാണ്. നീതി ലഭിച്ചു കോടതിയിൽ നിന്ന് എന്ന് താങ്കൾ കരുതുന്നു? തീർച്ചയായും. കോടതി വിധി 31 വർഷത്തിന് ശേഷമാണ് അന്തിമ വിധി വരുന്നതെങ്കിലും വൈകിയാണെങ്കിലും നീതി ലഭിച്ചു എന്നൊരു തോന്നലുണ്ട്. പക്ഷെ ഇതില് സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിധിന്യായത്തിൽ ബഹുമാന്യായ ജഡ്ജി പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, ചില പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട്. അത് എല്ലാവരുടെയും ശ്രദ്ധയിൽ വരേണ്ട ഒരു കാര്യമാണ്. അതായത് ഒന്ന്, ഈ ഇത്രയും ദീർഘിച്ചു നീതി ലഭിക്കുന്നതിന് എന്നുള്ള ഒരു കാര്യം. മറ്റൊന്ന്, ശിക്ഷയുടെ അപര്യാപ്തതയെക്കുറിച്ച് കോടതി പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. അതായത് ഈ തരത്തിൽ ഒരു ചെറുപ്പക്കാരനായ ഒരാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സംഘടനാ സ്വാതന്ത്ര്യം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഇരു കാലുകളും വെട്ടിമാറ്റുക എന്നുള്ള ക്രൂരമായ ആ ഒരു കൃത്യം കോടതി ശരിയായ രീതിയിൽ തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ അത് വളരെ കടുത്ത ഒരു നടപടിയാണ്, അങ്ങേയറ്റം ക്രൂരതയാണ് എന്ന് പരാമർശിച്ച കോടതി കീഴ്ക്കോടതിയുടെ ശിക്ഷ കുറഞ്ഞുപോയി എന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രതികൾ ഇപ്പൊ 31 വർഷമായല്ലോ, മിക്ക പ്രതികളും മുതിർന്ന പൗരന്മാർ എന്ന ഒരു സ്റ്റാറ്റസിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ പ്രായം കണക്കിലെടുത്തുകൊണ്ടും അതുവഴി ഉണ്ടാകുന്ന അവശതകൾ കണക്കിലെടുത്തുകൊണ്ടും ശിക്ഷ വർദ്ധിപ്പിക്കുന്നില്ല എന്നാണ് കോടതി പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശമായിട്ട് തോന്നുകയാണ്. മറ്റൊന്ന്, ഈ കേസിൽ ശിക്ഷ ശരിവച്ചില്ല എന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിന് തെറ്റായൊരു സന്ദേശം നൽകും എന്ന കോടതിയുടെ നിരീക്ഷണം ദീർഘകാലമായി കണ്ണൂരിലൊക്കെ, കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂരിൽ സംഘടനാ പ്രവർത്തനത്തിനിടയിൽ അങ്ങേയറ്റം ക്രൂരതയ്ക്ക് വിധേയമാകുന്ന കാര്യകർത്താക്കളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്. കാരണം യാതൊരു തരത്തിലും പ്രകോപനങ്ങളൊന്നുമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, സമൂഹത്തെ മുഴുവൻ തങ്ങളിലേക്ക് ആകർഷിച്ച് പ്രവർത്തിക്കുന്ന ഒരു ശൈലിയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനും അനുബന്ധ പ്രസ്ഥാനങ്ങൾക്കും ഉള്ളത്. ആ സാഹചര്യത്തിലും ആക്രമിക്കപ്പെടുന്നു, വധിക്കപ്പെടുന്നു, വികലാംഗരാക്കപ്പെടുന്നു എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ അത് വലിയൊരു പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയെ ഒരു പരിധിവരെ തുറന്നു കാണിക്കുന്നതാണ് കോടതിയുടെ ആ പരാമർശം. ശിക്ഷിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്നുള്ളത് അക്ഷരം പ്രതി നമ്മളിലൊക്കെ വലിയ പ്രതീക്ഷ ഉണർത്തുന്ന പരാമർശമാണ്. ഈ നിലക്കൊക്കെ ശ്രദ്ധേയമാണ് ഈ വിധി എന്ന് പറയാൻ സാധിക്കും. താങ്കൾ ഈ സംഭവത്തിൽ ഉൾപ്പെട്ട ഇരയാണ്. പക്ഷേ ഈ 31 വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോൾ ഈ പ്രായത്തിൽ അന്നത്തെ ആ സംഭവം നോക്കിക്കാണുമ്പോൾ കോടതി പറഞ്ഞത് എത്രത്തോളം നമുക്കും അതിനൊപ്പം ചേർന്ന് പോകാൻ കഴിയും? കാരണം കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി കണക്കിലെടുക്കുമ്പോൾ ഈ 7 വർഷം തടവ് ശിക്ഷ അത് കുറഞ്ഞു പോയി എന്ന ആ പരാമർശത്തോട് അങ്ങനെ തന്നെയല്ലേ നമുക്കും കരുതാനാവുക? തീർച്ചയായിട്ടും. ഇതില് അന്ന് ഈ കേസ് ഉണ്ടായ സമയത്ത് വളരെ രൂക്ഷമായ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു ജില്ലയിലെമ്പാടും. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം അന്നത്തെ കരുണാകരൻ ഗവൺമെന്റ് ഈ കേസ് ടാഡ അനുസരിച്ചുള്ള കുറ്റകൃത്യമായി പ്രഖ്യാപിക്കുകയും ടാഡ അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് ആ ടാഡ അനുസരിച്ചുള്ള വകുപ്പുകളൊക്കെ നീക്കം ചെയ്തതിനു ശേഷം സാധാരണ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് കേസ് കൈകാര്യം ചെയ്തത്. പിന്നെ ഈ കേസിലെ ഒരു പ്രതി അതിനിടയിൽ വിദേശത്തേക്ക് പോയി. അങ്ങനെ ഒരുപാട് സങ്കീർണതകൾ ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, മനഃപൂർവ്വം തന്നെ ഈ കേസ് അട്ടിമറിക്കാനുള്ള ഒരു പരിശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന അന്നേ ആരോപണമുണ്ട്. അപ്പൊ ആ നിലയ്ക്കുള്ള ഒരുപാട് പ്രതിസന്ധികൾ മറികടന്നുകൊണ്ടാണ് കേസിന്റെ നാൾവഴികൾ പുരോഗമിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കേസ് 31 വർഷം എന്നുള്ളത് വളരെ ദൈർഘ്യമേറിയ ഒരു കാലഘട്ടമാണ് എന്ന് സംശയമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഒന്നും തന്നെ കുറ്റം ചെയ്ത പ്രതികൾ ഏതെങ്കിലും തരത്തിൽ അവർ ജയിലിൽ കഴിയുകയോ ഇനി അതല്ലെങ്കിൽ റിമാൻഡ് പ്രതികളായിട്ട് പോലും ഈ ടാഡ അനുസരിച്ച് കേസ് ചാർജ് ചെയ്തതിനു ശേഷം 3-4 പ്രതികൾ ഒരു 6 മാസത്തോളം ജയിലിൽ കഴിഞ്ഞു. ടാഡ നീക്കിയതിനു ശേഷം അവർ പുറത്തിറങ്ങി എന്നുള്ളതല്ലാതെ മറ്റൊരു തരത്തിലും ഈ ചെയ്ത കുറ്റത്തിനനുസരിച്ചുള്ള ഒരു ശിക്ഷ അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. അവിടെ സമൂഹത്തിൽ ഇപ്പോഴും പലരും പാർട്ടിയുടെ സജീവ പ്രവർത്തനത്തിലും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ പിന്നീടുണ്ടായ പല സംഘർഷങ്ങളും, എന്റെ ഈ സ്ഥലത്ത് പിന്നീട് പലപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സംഘപ്രവർത്തകരെ നിരന്തരമായി വളഞ്ഞിട്ട് ആക്രമിക്കുന്ന അത്തരം പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ കാരണം ഈ പറയുന്ന പ്രതികൾ സുരക്ഷിതരായി പുറത്തൊക്കെ വിഹരിച്ചു എന്നുള്ളത് തന്നെയാണ്, യാതൊരു തർക്കവുമില്ല.
അതേസമയത്ത് അന്ന് തന്നെ വേണ്ട രീതിയിൽ ആ കേസ് പോലീസിന്റെ ഭാഗത്ത് നിന്ന്, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഗൗരവത്തോടെ കണക്കിലെടുക്കുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ പിന്നീട് നടന്ന പല സംഭവങ്ങളും ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. നമ്മുടെ നാട്ടിലെ ക്രമസമാധാന പാലനത്തിന്റെ ചില വൈചിത്ര്യങ്ങളും രാഷ്ട്രീയ ഇടപെടലുകളും ഒക്കെയാണ് ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത്. ഏതായാലും അതിനൊക്കെ ഒരു മുഖമടച്ചുള്ള ഒരു അടി എന്നുള്ള നിലയ്ക്ക് തന്നെ വേണം ഈ കോടതി വിധിയെ കാണാൻ. ആ വിഷയത്തിലും ഒരുപക്ഷെ കോടതി ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ സദാനന്ദൻ മാസ്റ്റർ? കാരണം എന്തുകൊണ്ട് അന്നത്തെ സർക്കാർ അപ്പീലിന് പോയില്ല എന്നുകൂടി കോടതി ചോദിച്ചു. തീർച്ചയായിട്ടും അതിന്റെ ഒപ്പം കോടതി മറ്റൊന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് പോയില്ല എന്നത് കോടതി സർക്കാരിന് തന്നെ അറിയാം എന്നുകൂടെ പറയുന്നുണ്ട്. അപ്പോൾ കാര്യം വ്യക്തമാണ്. എത്രമാത്രം രാഷ്ട്രീയ വീക്ഷണത്തോടെയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഓരോ കാര്യങ്ങളും ഒരു പൗരൻ ആക്രമിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ. ഞാനന്ന് സംഘത്തിന്റെ ജില്ലാ ചുമതല വഹിക്കുന്ന ഒരു കാര്യകർത്താവാണ്, ജില്ലാ സഹകാര്യവാഹായിരുന്നു. അപ്പൊ ആ നിലയ്ക്ക് ജില്ലയിലെമ്പാടും പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനെ ഈ തരത്തിൽ എന്തെങ്കിലും അങ്ങനെ ഒരു പശ്ചാത്തലമൊന്നുമില്ലാതെ ഈ തരത്തിൽ ക്രൂരമായി ആക്രമിച്ച് വധിക്കാൻ ശ്രമിക്കുക എന്ന് വരുമ്പോൾ പൗരന്മാർക്ക് സംരക്ഷണമേകേണ്ട ഗവൺമെന്റ്, സർക്കാർ, അല്ലെങ്കിൽ സംവിധാനങ്ങൾ അത് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുകയോ ആ കേസിന്റെ കാര്യങ്ങൾ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. അത് കോടതി കണ്ടെത്തിയിട്ടുണ്ട്, കോടതി അത് പരാമർശിച്ചിട്ടുമുണ്ട്. അത് നമുക്ക് ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സർക്കാരും അല്ലെങ്കിൽ അധികൃതരും കാണിക്കേണ്ട ശുഷ്കാന്തിയെക്കുറിച്ചാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെയാണല്ലോ പ്രതികൾക്ക് വേണ്ടി പണം ചെലവഴിച്ച്, കോടികൾ ചെലവഴിച്ച് സുപ്രീം കോടതിയിലൊക്കെ പോയി പാരമ്പര്യം നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ സംഭവിക്കും എന്നുള്ളതാണ് നമ്മുടെ നാടിന്റെ ഒരു സാഹചര്യം. യെസ്, വളരെ നന്ദി സദാനന്ദൻ മാസ്റ്റർ പ്രതികരിച്ചതിന്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ വിധി സമൂഹത്തിനൊന്നാകെയും ഒരുപക്ഷെ നിയമ രംഗത്തും ഒരു നാഴികക്കല്ലാവേണ്ടതുണ്ട്. കാരണം കോടതി പരാമർശങ്ങൾ അത്തരത്തിലുള്ളതായിരുന്നു. എന്തുകൊണ്ട് ഈ സർക്കാർ അപ്പീലിന് പോയില്ല എന്നുള്ള ചോദ്യങ്ങൾക്കൊപ്പം തന്നെ ഈ കുറ്റകൃത്യത്തിൻ്റെ വ്യാപ്തി കണക്കിലെടുത്താൽ ഈ ശിക്ഷ കുറഞ്ഞു പോയി എന്ന് അടക്കമുള്ള കാര്യങ്ങൾ വരെയാണ് കോടതി വ്യക്തമാക്കിയത്. ഏതായാലും 31 വർഷത്തിന് ശേഷം നീതി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് സദാനന്ദൻ മാസ്റ്റർ പ്രതികരിച്ചിരിക്കുന്നു.